KAS മെയിൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി KAS മെന്റർ അവതരിപ്പിക്കുന്നു KAS മെയിൻസ് ഓൺലൈൻ ക്രാഷ് കോഴ്സ്. 70ഓളം ലൈവ് ഓൺലൈൻ സെഷനുകൾ. ഇതോടൊപ്പം 60ലധികം പ്രാക്ടീസ് ടെസ്റ്റുകളും അവയുടെ ഓൺലൈൻ ഡിസ്കഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനോടൊപ്പം 150 മണിക്കൂറിലധികം വരുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെടുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KAS മെന്ററിൻ്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ധ്രുവാസ്ത്ര, വൃക്ഷാരോപൺ അഭിയാൻ, TIANWEN-1 MEDICAB, ഭാരത് ഡ്രോൺ. ധ്രുവാസ്ത്ര. ഈ അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ ധ്രുവാസ്ത്ര വളരെ വിജയകരമായി പരീക്ഷിച്ചു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് അഥവാ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ധ്രുവാസ്ത്ര. ഇത് നാഗ് ഹെലീനയുടെ ഒരു ഹെലികോപ്റ്റർ വേർഷൻ മിസൈലാണ്. ശത്രുക്കളുടെ ബങ്കറുകൾ, മെയിൻ ബാറ്റിൽ ടാങ്കുകൾ, ആർമേഡ് വെഹിക്കിളുകൾ ഇവയൊക്കെ വായുവിൽ നിന്ന് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ധ്രുവാസ്ത്ര മിസൈൽ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയ ആന്റി ടാങ്ക് വെപ്പണാണ്. DRDO നടത്തിയ ഡെവലപ്മെന്റൽ ട്രയൽസിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും ഈ മിസൈല് 2 തവണ വിജയകരമായി പരീക്ഷിച്ചു. ഡയറക്റ്റ് അറ്റാക്ക് മോഡിലും ടോപ്പ് അറ്റാക്ക് മോഡിലും നടത്തിയ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ 3 ട്രയലുകളും വളരെ വിജയകരമായിരുന്നു. ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിനെ ഗൈഡ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ഇമേജ് സീക്കറാണ്. ലോഞ്ച് മോഡിന് മുമ്പേ തന്നെ ലോക്കോണിൽ ഇൻഫ്രാറെഡ് ഇമേജ് സീക്കർ പ്രവർത്തിക്കുകയും അത് രാജ്യത്തിന്റെ ഡിഫൻസ് കേപ്പബിലിറ്റിയെ തന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ടെലിമെട്രി സ്റ്റേഷനുകൾ, ട്രാക്കിംഗ് സിസ്റ്റമുകൾ, ആർമി ഡിപ്ലോയ് ചെയ്ത ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവയാണ് ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ പാരാമീറ്ററുകളെ മോണിറ്റർ ചെയ്തത്. ഹെവിലി ആർമേഡ് ആയിട്ടുള്ള മിലിറ്ററി വെഹിക്കിളുകളെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്തവയാണ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ. ഒരു സോൾജറിന് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഷോർഡർ ലോഞ്ച്ഡ് വെപ്പണുകൾ മുതൽ ലോഞ്ച് ചെയ്യുന്നതിന് ഒരു സ്ക്വാഡോ ഒരു ടീമിന്റെയോ സഹായം ആവശ്യമുള്ള ട്രൈപോഡ് മൗണ്ടഡ് വെപ്പണുകൾ വരെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വിഭാഗത്തിൽ പെടുന്നു. സ്മോളർ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ മെയിൻ ബാറ്റിൽ ടാങ്കിനെ തകർക്കാൻ പര്യാപ്തമല്ലെങ്കിൽ കൂടി തന്നെ അവ ലൈറ്റ് ആൻഡ് മീഡിയം ടാങ്കുകളെ യുദ്ധമുഖത്ത് വളരെ അനായാസേന തന്നെ തകർക്കുന്നു. വൃക്ഷാരോപൺ അഭിയാൻ. കോളനികൾ, മൈനുകൾ, ഓഫീസുകൾ തുടങ്ങിയവയുടെ പ്രദേശങ്ങളിൽ ഒരു മാസ് ട്രീ പ്ലാന്റേഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് യൂണിയൻ ഹോം മിനിസ്റ്ററായ അമിത്ഷാ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് വൃക്ഷാരോപൺ അഭിയാൻ. പ്ലാന്റേഷൻ ബൈ സൊസൈറ്റി എന്ന ആശയത്തെ പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് മൈനുകൾ, കോളനികൾ, ഓഫീസുകൾ, അതുപോലെ കോള്, ലിഗ്നൈറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടത്തുന്ന ഒരു ലാർജ് സ്കെയിൽ പ്ലാന്റേഷൻ പ്രോഗ്രാമാണ് വൃക്ഷാരോപൺ അഭിയാൻ. കോൾ, ലിഗ്നൈറ്റ് മൈനുകൾ ഉൾപ്പെടുന്ന 10 സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 130-ൽ പരം ലൊക്കേഷനുകളിലാണ് ഈ ഒരു വെർച്വൽ ഇവന്റ് ക്യാരി ചെയ്യുക. കോൾ സെക്ടറിന്റെ ഒരു പ്രധാന കീ ത്രസ്റ്റ് ഏരിയയായ ഗോയിങ് ഗ്രീൻ എന്ന ആശയത്തിലൂടെ മാക്സിമം ഗ്രീൻ കവർ കൊണ്ടുവരുന്നതിനായി മൈൻഡ് ഔട്ട് ചെയ്ത പ്രദേശങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയ ഉചിതമായ സ്ഥലങ്ങളിൽ ഒരു അവന്യൂ പ്ലാന്റേഷൻ ആണ് ലക്ഷ്യമിടുന്നത്. കോൾ, ലിഗ്നൈറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് മൈനർമാർ തുടങ്ങിയവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെയാണ് ഗോയിങ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നത്. ഇന്ത്യയിലെ കോൾ സെക്ടറിനെ പറ്റി പറയുവാണെങ്കിൽ ഇൻഡസ്ട്രികളുടെ വളർച്ചയ്ക്കായിട്ട് ഉള്ള ഒരു മേജർ പവർ ജനറേഷൻ സോഴ്സ് ആണ് കോൾ മൈൻ. ഇന്ത്യ കോളിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഈ ഡ്രൈ ഫ്യൂവലിന്റെ 2ാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടറും കൂടിയാണ്. കോൾ സെക്ടറിൽ ഈ അടുത്തിടെ വന്ന റിഫോമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാന റിഫോം എന്ന് പറയുന്നത് കോളിന്റെ കൊമേഴ്ഷ്യൽ മൈനിങ് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം 50 ബ്ലോക്കുകൾ പ്രൈവറ്റ് സെക്ടറിന് ഓഫർ ചെയ്തു. രണ്ടാമത്തെന്ന് പറഞ്ഞാണ് എൻട്രി നോമുകൾ ലിബറലൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വാഷ്ഡ് കോൾ ഉപയോഗിക്കണം എന്ന പവർ പ്ലാന്റിന്റെ റെഗുലേഷനെ അത് എടുത്തു കളയുകയുണ്ടായി. മൂന്നാമത്തെന്ന് പറഞ്ഞത് കോൾ ബ്ലോക്കുകൾ പ്രൈവറ്റ് കമ്പനികൾക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ബേസിസ് എന്നതിന് പകരം റവന്യൂ ഷെയറിംഗ് ബേസിസ് എന്ന രീതിയിൽ ഓഫർ ചെയ്തു.
റവന്യൂ ഷെയറിന്റെ റീബേറ്റിലൂടെ കോൾ ഗ്യാസിഫിക്കേഷൻ അതുപോലെ തന്നെ ലിക്വിഫിക്കേഷൻ എന്നതിനെ ഇൻസെന്റിവൈസ് ചെയ്തു. മറ്റൊരു പ്രധാന റിഫോമാണ് കോൾ ഇന്ത്യയുടെ കോൾ മൈനുകളിൽ കോൾബെഡ് മീഥേൻ എക്സ്ട്രാക്ഷൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റുകൾ ഓപ്ഷൻ ചെയ്യും എന്നത്. TIANWEN-1 ചൈനയുടെ സ്വതന്ത്ര ചൊവ്വ പര്യവേഷണ ദൗത്യമായ TIANWEN-1 ഈ അടുത്തിടെ വളരെ വിജയകരമായി വിക്ഷേപിക്കുകയുണ്ടായി. TIANWEN-1 എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്വസ്റ്റ്യൻസ് ടു ഹെവൻ, അതായത് സ്വർഗത്തിലേക്കുള്ള ചോദ്യങ്ങൾ എന്നതാണ്. ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നിവ കമ്പൈൻ ചെയ്തിട്ടുള്ള TIANWEN-1 ലക്ഷ്യമിടുന്നത് മാർസിലെ എൻവയൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈഫിന്റെ ഹിന്റുകളെ തേടിയുള്ള അന്വേഷണത്തിനുമാണ്. TIANWEN-1 മാർസിലെത്തുക ഏതാണ്ട് 7 മാസത്തോളം സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും. ലാൻഡിങ്ങിന് മുമ്പ് TIANWEN-1 ചുവന്ന ഗ്രഹത്തെ ഏതാണ്ട് 3 മാസത്തോളം വലം വയ്ക്കും. ഇതിന് ശേഷമായിരിക്കും ലാൻഡിംഗ് സാധ്യമാകുക. ലോങ് മാർച്ച് 5 ഹെവി ലിഫ്റ്റ് റോക്കറ്റിൽ ജൂലൈ 23 തീയതി വെങ്ഷങ് സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് സൈറ്റിൽ നിന്ന് വിജയകരമായി ലോഞ്ച് ചെയ്യപ്പെട്ട ഈ മിഷൻ ഇപ്പോൾ മാർസിലേക്കുള്ള യാത്രാമധ്യയാണ്. മെഡികാബ് IIT മദ്രാസിന്റെ ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പായ മൊഡ്യൂളസ് ഹൗസിംഗ് മെഡികാബ് എന്ന പേരിൽ ഒരു പോർട്ടബിൾ ഹോസ്പിറ്റൽ യൂണിറ്റ് ഉണ്ടാക്കുകയുണ്ടായി. ഇത് COVID-19 രോഗികളെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ഈ അടുത്തിടെ ഡിപ്ലോയ് ചെയ്തത്. ഏതൊരു സ്ഥലത്തും 4 പേരാൽ 2 മണിക്കൂർ കൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പോർട്ടബിൾ ഹോസ്പിറ്റൽ യൂണിറ്റാണ് മോഡുലസ് ഹൗസിംഗ് എന്ന IIT മദ്രാസിന്റെ ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത്. COVID-19 രോഗികളെ ഡിറ്റക്ട് ചെയ്യാനും സ്ക്രീൻ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും ഐസൊലേറ്റ് ചെയ്ത ട്രീറ്റ്മെന്റ് നടത്താനുമായി ഒരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് കൊണ്ടുവരിക എന്നതാണ് മെഡികാബ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ലോക്കൽ കമ്മ്യൂണിറ്റികളുടെ ട്രാൻസ്പോർട്ടേഷൻ പരിമിതപ്പെടുത്തി ചികിത്സ നൽകുന്നതിനായി ഈ പോർട്ടബിൾ മൈക്രോ സ്ട്രക്ചേഴ്സ് സഹായകരമാകും. ഫോൾഡ് ചെയ്യാനും സാധിക്കുന്ന ഈ മെഡികാബ് 4 സോണുകളായിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടേഴ്സ് റൂം, ഐസൊലേഷൻ റൂം, മെഡിക്കൽ റൂം അല്ലെങ്കിൽ വാർഡ്, നെഗറ്റീവ് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്വിൻ ബെഡ് ICU തുടങ്ങിയവയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷന് സാധിക്കുന്ന മെഡികാബ് പോലത്തെ ഇന്നോവേഷനുകൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ സഹായിക്കും. ഭാരത് ഡ്രോൺസ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ഈ അടുത്തിടെ ഇന്ത്യൻ ആർമിക്ക് പ്രൊവൈഡ് ചെയ്ത ഡ്രോണാണ് ഭാരത് ഡ്രോൺസ്. ഇന്ത്യയിൽ നിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഡ്രോൺ സർവൈലൻസ് സിസ്റ്റമാണ് ഭാരത് ഡ്രോൺ സീരീസിൽപ്പെട്ട ഡ്രോണുകൾ. ഇവ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ള ഭാരത് ഡ്രോണുകൾ ശത്രുക്കളെയും അല്ലാതെയുള്ളവരെയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാനായി പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ്. എക്സ്ട്രീം കോൾഡ് വെതർ ടെമ്പറേച്ചറുകളിലും ഡ്രോണുകളുടെ പെർഫോമൻസ് ആൻഡ് ലൈഫ് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഹാർഷായിട്ടുള്ള വെതറിലും ഈ ഡ്രോണുകൾ വളരെ നന്നായി പെർഫോം ചെയ്യും എന്ന് ഉറപ്പുവരുത്തുന്നു. അഡ്വാൻസ്ഡ് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റീസ് ഉള്ള ഈ ഡ്രോണുകൾ മിഷനുകളുടെ സമയത്ത് റിയൽ ടൈം വീഡിയോ ട്രാൻസ്മിഷനും നടത്തുന്നു. ഘോരവനാന്തരങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യരെ ഡിറ്റക്ട് ചെയ്യുന്നതിനായി ഈ ഡ്രോൺ സഹായകരമാക്കുന്നു. സ്വാം ഓപ്പറേഷൻസിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകൾക്ക് പോപ്പുലാരിറ്റി കൂടി വരികയാണ്. റഡാറിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത് അസാധ്യകരമാക്കുന്ന രീതിയിലാണ് ഈ ഡ്രോണുകളെ നിർമ്മിച്ചിട്ടുള്ളത്. പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ്, മൗണ്ടൻ ടെറൈൻസ് തുടങ്ങിയവയിൽ ആക്യുറേറ്റ് ആയിട്ട് സർവൈലൻസ് ചെയ്യുന്നതിനായി DRDOയുടെ ചണ്ഡീഗഡ് ബേസ്ഡ് ലബോറട്ടറിയാണ് ഈ ഡ്രോണിനെ വികസിപ്പിച്ചെടുത്തത്. KS മെയിൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി KS മെന്റർ അവതരിപ്പിക്കുന്നു KS മെയിൻസ് ടെസ്റ്റ് സീരീസ്. 6 മൊഡ്യൂൾ ടെസ്റ്റുകളും 6 ഫുൾ ടെസ്റ്റുകളും ഉൾപ്പെടെ 12 ടെസ്റ്റുകൾ. എല്ലാ ടെസ്റ്റുകളുടെയും ആൻസർ പേപ്പറുകൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്തു കൊടുക്കുന്നതോടൊപ്പം ഓരോ ടെസ്റ്റുകൾക്കും പ്രത്യേക ഓൺലൈൻ ഡിസ്കഷനും ഉണ്ടായിരിക്കും. പ്രിലിംസ് റിസൾട്ടിന് 3 ദിവസങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെടുക.